വസ്ത്രങ്ങൾ ഉരിഞ്ഞു സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽസ് കെട്ടിത്തൂക്കി. കേരള നഴ്സിംഗ് കോളേജിൽ അരങ്ങേറിയ റാഗിംഗ് ഭീകരത ഇതാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് കേരളത്തെ പരിഹസിച്ചവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? സമ്പൂർണ്ണ സാക്ഷരത എന്നൊരാൾ പരിഹസിക്കുമ്പോൾ രോഷം കൊണ്ടിട്ട് കാര്യമില്ല എന്നതിന് ക്ലിയർ കട്ട് ഉദാഹരണമാണ് ഈ കണ്ടത്. സാക്ഷരത എന്ന് പറയുന്നത് കേവലം വായനയും എഴുത്തും മാത്രമല്ല എന്നും അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും അപ്പുറം അടിസ്ഥാന മര്യാദ അത് കാണിക്കാൻ അറിയുക എന്നതിലൂടെയും ആണെന്ന് മലയാളി മറക്കുന്നുണ്ടോ? പിന്നെ നേരത്തെ കണ്ടതുപോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതിലും കാണിക്കുന്നതിലും ഒന്നുമല്ല, മറിച്ച് എന്ത് എവിടെ പറയണം, പ്രവർത്തിക്കണം എന്നൊക്കെ അറിയുന്നതിലുമാണ്. സമസ്ത മേഖലകളിലും കേരളം ഒന്നാമതാണെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളും നീതി ആയോഗ് അടക്കമുള്ള കേന്ദ്ര സ്ഥാപനങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുമാണ്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും സാക്ഷരതയിലും കുറഞ്ഞ ശിശുമരണ നിരക്കിലും എല്ലാം ഒന്നാമതാണെന്ന് അഭിമാനിക്കുമ്പോൾ, അഹങ്കരിക്കുമ്പോൾ കേരളത്തെ, മലയാളിയെ ഞെട്ടിക്കുകയും ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുന്ന സംഭവങ്ങൾക്ക് ഒരു കുറവുമില്ല. ക്രൂരമായ റാഗിങ്ങിന് ഇരയായ മിഹിറിന്റെ ആത്മഹത്യയിലും തീർന്നിട്ടില്ല. കേരളത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന അടുത്തൊരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുന്നു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളായ 5 വിദ്യാർത്ഥികൾ തങ്ങളുടെ ജൂനിയർ വിദ്യാർത്ഥികളെ മാസങ്ങളോളം നിരന്തരമായ റാഗിങ്ങിനും ക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനത്തിനും വിധേയരാക്കി. കോളേജ് ഹോസ്റ്റൽ ഒരു റാഗിംഗ് കേന്ദ്രമാക്കി മാറ്റി. കോമ്പസ് ഉൾപ്പെടെയുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പ്രതികൾ തങ്ങളുടെ ജൂനിയർമാരെ പരിക്കേൽപ്പിക്കുകയും നഗ്നരാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തു. ഒന്നും പോരാതെ പിടിച്ചുപറി, മദ്യം വാങ്ങാൻ പണം തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മിടുക്കന്മാർ. സമാനതകളില്ലാത്ത ക്രൂരത. സീനിയർ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് അതിപ്രാകൃതമായ രീതിയിൽ ഉപദ്രവിക്കുന്നത്. ജൂനിയർ വിദ്യാർത്ഥികളെ മുറിക്കുള്ളിൽ കട്ടിലിൽ കിടത്തി കൈയും കാലും കെട്ടിയിട്ട ശേഷം ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുക. മുറിവിൽ നിന്ന് രക്തം വരുമ്പോൾ അവിടെ ബോഡി ലോഷൻ ഒഴിക്കുക. ഇതിന്റെ ദൃശ്യങ്ങൾ മുറിയിലുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികളോട് മൊബൈലിൽ പകർത്താൻ പ്രതികൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ കെട്ടിത്തൂക്കി. കോളേജ് അധികൃതർക്ക് പരാതി നൽകിയാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നവംബർ മുതൽ ക്രൂരമായ പീഡനങ്ങൾക്കാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ഇരയാക്കിയിരുന്നതെന്നാണ് പോലീസ് റിപ്പോർട്ട്. അതിക്രമം സഹിക്കവയ്യാതെ വന്നതോടെ 3 വിദ്യാർത്ഥികൾ കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് പ്രിൻസിപ്പൽ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത്. വിദ്യാർത്ഥികൾ പരാതിപ്പെടാൻ വൈകിയതിലും പോലീസിന് സംശയങ്ങളുണ്ട്. പരാതിപ്പെട്ടാലും പ്രതികൾ സുരക്ഷിതരായിരിക്കുമെന്ന ഭയം ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. പരാതിപ്പെട്ടാലും പ്രതികൾ സുരക്ഷിതരായിരിക്കുമെന്ന ഭയം ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. പരാതിയെ തുടർന്ന് ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽ ജിത്ത്, കോട്ടയം കോരത്തോട് സ്വദേശി വിവേക് എന്നിവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും പിടിക്കപ്പെടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായി 1ാം വർഷ വിദ്യാർത്ഥികളോട് വിവരങ്ങൾ തേടും. ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാകും ഈ പറഞ്ഞ 5 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത് സംബന്ധിച്ച തീരുമാനം പോലീസ് എടുക്കുക. എന്തായാലും ഈ ഒരു സംഭവം ഉയർത്തുന്ന ഭീതി നിസ്സാരമല്ല. വിദ്യാർത്ഥി സുരക്ഷയെക്കുറിച്ചും ഇന്ത്യയിൽ റാഗിംഗ് വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. നിരന്തരമായ റാഗിങ്ങിന് ശേഷം സ്കൂൾ സീനിയേഴ്സ് ടോയ്ലറ്റ് സീറ്റ് നക്കാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് 15 വയസ്സുള്ള മിഹിർ അപ്പാർട്ട്മെന്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഒരു വൃത്തികെട്ട സംഭവം പുറത്തുവരുന്നത്. എന്തുകൊണ്ട് ക്യാമ്പസുകളിൽ റാഗിംഗ് ആവർത്തിക്കപ്പെടുന്നു? ക്യാമ്പസിലെത്തുന്ന ജൂനിയേഴ്സിനോട് സ്നേഹത്തോടെ പെരുമാറാൻ പുതിയ തലമുറ എന്ന് പഠിക്കും? റാഗിങ്ങിന് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ന്യൂജൻ സിനിമകൾ അടക്കം സ്വാധീനം ചെലുത്തുന്നുണ്ടോ? അതോ അരാഷ്ട്രീയവാദം വളരുന്നതാണോ കാരണം? ഒക്കെ പരിശോധിക്കപ്പെടണം.